നാട്ടിലെ സിം ദുബായ് വർക്ക് ചെയ്യില്ലല്ലോ, സ്വാഭാവികമായും ദുബായിലെ സിമ്മിലല്ലേ വാട്സപ്പ് വരുള്ളൂ, ടിക്കറ്റ് വരുള്ളൂ. കാരണം ഞാൻ ആ വാട്സപ്പ് ഞാൻ എൻ്റെ സിം എൻ്റെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഹസ്ബൻഡിന് മാത്രം പേഴ്സണൽ ഒരു നമ്പർ രണ്ടാമത്തെ ഫോണിൽ നിവിൻ പോളി കൊണ്ടുപോയ ഫോൺ, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ സംഘം കൊണ്ടുപോയ ഫോൺ ഏതാണ്? അതും സോണിയാണോ അതോ മറ്റേതെങ്കിലും ഫോണാണോ? സോണിയാണ്. ആ ഫോൺ നമ്പർ താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഗൾഫിലെ നമ്പർ? അതെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് കാണാതെ പറയാൻ പറ്റില്ല. എന്റെ ഫോണിൽ നിന്ന് നോക്കിയെടുത്ത് വേണം അത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അപ്പം ഈ ഫോൺ അവർ തട്ടിപ്പറിച്ചു. അതിനകത്ത് ഈ നിവിൻ പോളിയുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്തിരുന്നോ? അതിൽ അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും, അതായത് ഇവിടെ വന്ന് എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു. 1-2 ഫോട്ടോസ്. അതായത് ഇവർ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു, അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു. അതെ. പക്ഷെ ആ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നില്ലേ താങ്കൾക്ക്? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. പക്ഷെ അന്നേരം വിളിച്ചില്ല. കാരണം നമുക്ക് ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ, വാച്ച് ചെയ്തോണ്ടിരിക്കുവാണല്ലോ. അവര് നോക്കിയിരിക്കുമ്പോഴാണോ ഫോട്ടോ എടുത്തതും? ഫോട്ടോ എടുത്തു, പക്ഷെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് പോലും ഇടാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. ഒരുപക്ഷെ താങ്കളും അർത്ഥബോധത്തിലായിരിക്കാം അല്ലേ? ഇല്ല. അതെ. All the dreams like tingle stars. The tingle stars like glowing gems. Yappo. But the gems are floating like gems and sperm. നമ്മളവരെ കാരണം അവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും അടിച്ചിരിക്കുകയാണ്. അപ്പം അവർക്ക് എന്തോ വിശ്വാസം കാണും, അത് എടുക്കാമെന്നോ അല്ലെ ഫോട്ടോ എടുത്തോട്ട് നമുക്കത് തിരിച്ചു മേടിക്കാന്നുള്ള ചിന്തയിലായിരിക്കും അവരതിനെ സമ്മതിച്ചത്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. എന്റെ ഒരു കസിൻ വന്നാണ് എന്നെ അവിടുന്ന്, അതായത് റൂമിൽ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവിടെ. ടാക്സി വിളിച്ച് കയറ്റി വിട്ടത്. ആ ഫ്ലാറ്റിൽ കസിൻ ഉണ്ടായിരുന്നോ? ആ ഫ്ലാറ്റിൽ തന്നെയല്ല, ദുബായിൽ ഒരു കസിൻ. ഫ്ലാറ്റിലല്ല, ദുബായിൽ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലാണ്, ഒന്ന് ഏതെങ്കിലും ടാക്സി പിടിച്ച് കയറ്റി വിടുമോ എന്ന് ചോദിച്ച് ആ പുള്ളിനെ വിളിച്ചു വരുത്തുകയും അവൻ എന്നെ വന്നിട്ട് ഒരു ടാക്സിയിൽ എയർപോർട്ടിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത്. എയർപോർട്ടിലേക്ക് എത്തുന്നത് വരെ താങ്കൾ ഈ കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നോ? ഇങ്ങനെ വന്നിരുന്നു, ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്നുള്ള വിവരം? ഇല്ല, നാട്ടിൽ വന്നതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പൊ ശ്വാസം മുട്ട് അപ്പൊ പിന്നെ എങ്ങനെയാണ് ലോക്കായി കിടക്കുകയാണോ എന്ന് ഹസ്ബൻഡ് അറിഞ്ഞത് എപ്പോഴാണ്? ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. കാരണം എനിക്ക് ബ്രീത്തിങ്, സംസാരിക്കാൻ പറ്റാത്തൊരു, നമുക്ക് വിഷമവും സങ്കടവും എല്ലാം കൂടെ വരുമ്പോൾ ഈ അസുഖം കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ സംസാരിക്കാൻ ഒട്ടും പറ്റില്ലാതായി. പുള്ളി വിചാരിച്ചു എനിക്ക് അവിടെ നിന്ന് എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ്. ഓക്കെ, താങ്കൾക്ക് ആ ഫ്ലാറ്റ് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ അല്ലേ, എവിടെയാണെന്ന്? ആ ഫ്ലാറ്റിന്റെ പേരെന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പേരങ്ങനൊന്നുമില്ല, റിഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. താങ്കളെ ഉപദ്രവിക്കുന്ന സമയത്ത് താങ്കൾ നിവിൻ പോളിക്ക് മെസ്സേജ് അയച്ചോ? ഇപ്പോൾ പരാതി കൊടുക്കാമെന്ന് തീരുമാനിച്ചത് ആ സാഹചര്യം എന്താണ്? ആരാണ് ആത്മവിശ്വാസം തന്നത്? ഹസ്ബൻഡ് തന്നെയാണോ? ഹസ്ബൻഡ്. അതെ, ഹസ്ബൻഡാണ് നമുക്ക് ആത്മവിശ്വാസം തന്നത്. കാരണം പല അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? ദുബായിലുള്ള ഒരു സിം ഞാൻ പറഞ്ഞല്ലോ, ആ സിം ഇവർ ഓൾറെഡി നമ്മളവിടെ ആക്കി 2 ദിവസം പിടിച്ചു വെച്ചപ്പോൾ എന്റെ സിം നമ്പറുകളെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. അപ്പൊ തിരിച്ച് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചായിരുന്നു. ആ ദുബായിലുള്ള സിമ്മിൽ നാട്ടിലെങ്ങനെയാണ് മെസ്സേജ് അയക്കുക? ദുബായിലുള്ള സിമ്മിൽ നാട്ടിലേക്ക് ആ നമ്പറിൽ നാട്ടിലെ ഫോണിലും ആ വാട്സപ്പ് സേവ് ചെയ്തിരുന്നു അല്ലേ? അതെ. നീ തീർന്നടാ, നീ തീർന്നു.
ഓക്കെ, അതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ട്. അതെന്തായാലും അത് ഫോറൻസിക് വിഭാഗം അത് കണ്ടെത്തരെ. ഞാൻ പോകുന്നു. ബൈ ബൈ.